ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാട്ടോ ഇന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഷൂട്ടിന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുകയാണേ. അപ്പോൾ ഇന്നൊരു ദിവസം ഷൂട്ടില്ല, നമ്മുടെ സാന്ത്വനത്തിന് ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്നൊരു ദിവസം ഫ്രീ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിലുണ്ടായിരുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കിട്ടും തോന്നുന്നു. എന്ന് വെച്ചാൽ ഷൂട്ടില്ലാത്തത് സന്തോഷം അങ്ങനെയല്ല, ഇന്ന് അതുപോലത്തെ ഒരു ദിവസം, ഒരു അനുഗ്രഹം കിട്ടേണ്ട ദിവസമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലാണ്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മുടിപ്പുര ദേവി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായി നമ്മളിവിടെ ട്രിവാൻഡ്രം ഫ്ലാറ്റിൽ 1.5 വർഷമായി അതെ, ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോയില്ല എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാത്തിനും ഒരു സമയം വേണം ദാസ എന്ന് പറയുന്ന പോലെ അതിന് സമയം ഇന്നാണ് വന്നതെന്ന് തോന്നുന്നു. ഇന്നാണ് ദേവി വിളിച്ചിരിക്കുന്നത്. എവിടെ നമ്മൾ ഏത് ക്ഷേത്രത്തിലായാലും എവിടെയായാലും അവർ വിളിക്കാതെ നമുക്ക് ചെല്ലാൻ പറ്റില്ല. അതെ, അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നാണ് എന്നെ ദേവി വിളിച്ചേക്കണേന്ന്. അപ്പൊ നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ ഓരോ സ്ഥലത്തായിട്ട് നമുക്ക് പോകണം. ഇന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പൊ ഞാൻ വെച്ച് നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പോവാം. ക്ഷേത്രം ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അതിലിഷ്ടംപോലെ നാഗപുഷ്പമായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് നാഗപുഷ്പം തന്നെയാണോ പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ അഷ്ടലക്ഷ്മിയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതവിടെ നിന്നൊക്കെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി നേരെ നമ്മൾ ലുലു മോളിലേക്ക് പോയേ. ലുലു മോളിൽ ചെന്നപ്പോഴാണ് ദേ ഇരിക്കണ ഒരു മാവേലിക്കുട്ടൻ ബൈക്കിലൊക്കെ കയറിയിട്ട്. ഇത് ബുള്ളറ്റ് അല്ലേ ഗൈസ്, എനിക്ക് കണ്ടിട്ട് ബുള്ളറ്റായിട്ടാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, ബുള്ളറ്റാണെന്ന് തോന്നണു, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അപ്പം ബുള്ളറ്റിൽ കയറി ഇങ്ങനെ ഓട്ടിച്ചിട്ട് വരുന്ന മാവേലിയും പിന്നെ അതുപോലെ തന്നെ ഒരു കൂടെ നിറയെ പൂക്കളുമായി പോകുന്ന തുമ്പീനെയും കണ്ടു കേട്ടോ. ഫസ്റ്റ് തന്നെ അപ്പം നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോവാവേ. അങ്ങോട്ടല്ലേ ഇതൊരു കോംബോ മീല് പോലെ ആയിരുന്നു. അപ്പോൾ അതങ്ങ് വാങ്ങിച്ചിട്ട് ഒരു ബർഗറും ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽ സൂപ്പും ഉണ്ടായിരുന്നു, പിന്നെ മൊമോസും ഉണ്ടായിരുന്നു കേട്ടോ. ചൂടുണ്ടോ? അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ട് കുറച്ച് ഇയർ റിങ്സ് തപ്പാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് അടുത്തൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇയർ റിങ് ഞാൻ മേടിച്ചിട്ടുണ്ടേ. അവിടെ നിന്ന് നേരെ നൈക്കയുടെ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലിപ്പ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ അതൊന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അവിടുത്തെ ലിപ്സ്റ്റിക് ഇട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടോൺ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫൗണ്ടേഷനിലേക്ക് പോയി. അതിന് ഞാൻ മോസ്റ്റ്ലി ഹുഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോണാട്ടോ ഞാൻ യൂസ് ചെയ്തത്. കുഴപ്പമില്ല, നല്ലൊരു ടോണായിരുന്നു. ആക്ച്വലി താഴെ ഇരിക്കുന്ന ബോട്ടിലില്ലേ, അതാണ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടോ. അത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേനും അതിൻ്റെ എഡിഷൻ തീർന്നു എന്ന് പറഞ്ഞു. നേരെ ഞാൻ അമ്മയ്ക്ക് ഒരു ബ്ലൗസ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അവാർഡ് നൈറ്റ് ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അമ്മയ്ക്ക് സാരിക്ക് മാച്ച് ചെയ്തിട്ടൊരു സ്ലീവ്ലെസ് ബ്ലൗസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. ആക്ച്വലി വേറെ 2-3 ഷോപ്പിൽ കയറി, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇതാണ് അമ്മയ്ക്ക് സെറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ. ഒരുപാട് ബ്ലൗസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ആ ഒരെണ്ണം ഞാൻ അങ്ങ് വാങ്ങിച്ചു. അങ്ങനെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കയ്യിൽ കിട്ടി കേട്ടോ. ഹാപ്പി 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 ഹാപ്പി. ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീട്ടിലേക്കാണ്. അതായത് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അനീഷിൻ്റെ ഹൗസ് വാമിംഗ് ആണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇത് പറയുമ്പോൾ തന്നെ. കാരണം അവൻ എൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വരുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ചേച്ചി എന്തൊക്കെ തന്നെയാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എപ്പോഴും എൻ്റെ സ്വപ്ന ചേച്ചി, അതൊന്നും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി, വേറെ എനിക്കൊന്നും വേണ്ടാന്ന്. അതുപോലെ തന്നെ അവൻ്റെ മനസ്സ് പോലെ തന്നെ ഇതുപോലത്തെ ഒരു വീട് അവൻ സ്വന്തമാക്കി കേട്ടോ. നല്ല രസമുള്ളൊരു വീടായിരുന്നേ. അതുപോലൊരു നാട്ടും പ്രദേശം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്താട്ടോ. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് വീടൊന്ന് കണ്ടാലോ. ഇത് ഹാള്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു അടുക്കളയുണ്ട്.
അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അകത്തേക്ക് അങ്ങ് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. എന്നാൽ എനിക്ക് പറ്റാവുന്ന രീതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു അനീഷിൻ്റെ റൂം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബ്ലൂ അടിച്ചിരിക്കുന്നത്, എൻ്റെ ഗസ്. ഇവിടെ ഒരു കുട്ടി വാഷ് ബേസിൻ, മിററൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം. ഇതെൻ്റെ ഗസ് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമായിരിക്കും തോന്നുന്നു. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കബോർഡൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് വീട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം ഞാനെന്നാൽ പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. പുറത്ത് നമ്മുടെ മുത്തപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കൊന്ന് പോവാം. പതിനഞ്ച് പക്കം കൊണ്ടുവന്ന ആട്ടുമുതലോട് പ്രകാരം നാടകത്തെ നടത്തിപ്പുറം കാണാ ആശുപത്രി കാണാ അർത്ഥമുണ്ടോ? മുത്തപ്പനെ കണ്ടപ്പോൾ ആദ്യമൊക്കെ പേടിയായെങ്കിലും പിന്നെ ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അനുഗ്രഹിക്കുന്ന രീതിയും നമ്മളോടുള്ള സ്നേഹത്തിലുള്ള വർത്താനവും എല്ലാം കേൾക്കാനായിട്ട് എന്താ ഒരു പോസിറ്റിവിറ്റി എന്നറിയോ. അപ്പോൾ അടുത്തത് അമ്മ പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന കണ്ടു കേട്ടോ. അമ്മയുടെ ശരിക്കും കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മുത്തപ്പൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അമ്മേനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അമ്മേനെയും അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മുഹൂർത്തം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചടങ്ങുകളൊക്കെ തുടങ്ങി. അനീഷും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് മുത്തപ്പനെയും കൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറാനുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അനീഷൂട്ടൻ്റെ അമ്മ സന്തോഷമായില്ലേ? ഒരു വീടായി. അനീഷ് ഇവൻ എൻ്റെ കൂടെ ആദ്യം വർക്കിന് വരുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു വീട് വേണം ചേച്ചി. ഇപ്പം സന്തോഷമായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം. അതല്ലേ വേണ്ടത്? ഞാൻ പ്രാങ്ക് ചെയ്തായിരുന്നു ഞാൻ വരൂല എന്നും പറഞ്ഞിട്ട്. സന്തോഷമായില്ലേ? നേരെ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് അങ്ങ് കടന്നു. ഫുഡടി. അപ്പോൾ ഇടിയപ്പം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ഗോബി ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, കേസരി ഉണ്ടായിരുന്നു. അമ്മ അത് ഓരോന്നായിട്ട് തട്ടി വിടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഒത്തിരി ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ യാത്ര പറയാൻ വേണ്ടി നിന്നപ്പോഴാണ് അവിടെ ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ അനീഷും ഫാമിലിയും മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല. നേരെ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഞാൻ ആല ബുട്ടീക്കിൽ സുറുമിയുടെ വീട്ടിലേക്കാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ബ്ലൗസ് മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫംഗ്ഷനിൽ ഇടാനുള്ള എൻ്റെ ബ്ലൗസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മിനിഞ്ഞാന്ന് എന്തോ അല്ലേ സുറുമി വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആല ബുട്ടീക്കിൽ നിന്നാട്ടോ ഞാൻ എൻ്റെ ബ്ലൗസ് ഫംഗ്ഷനിൽ ഇടാനുള്ള ബ്ലൗസ് ഞാൻ റെഡിയാക്കിയത്. മിനിഞ്ഞാന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് റെഡിയാക്കി തന്നേക്കണേന്ന് നോക്കിയേ. ഹാൻഡ് വർക്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സുറുമി, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ആക്ച്വലി 2-3-4 കൊളാബ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. 3-4 ഡ്രസ്സ് ഞാൻ സുറുമിയുടെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം പെട്ടെന്ന് നേരിട്ടായിട്ടൊന്ന് കാണാൻ പറ്റണത്. വണ്ടി ബ്ലോക്ക് ആവുന്നുണ്ട്, ഞാൻ എന്നാൽ പെട്ടെന്ന് പോട്ടെ.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓർത്തെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അല്ലേ അമ്മ? സൂപ്പറായിരുന്നു. സൂപ്പർ ആയിരുന്നു. അപ്പോൾ മുത്തപ്പൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നിട്ടുണ്ട്. അമ്മയ്ക്കും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അനീഷിൻ്റെ അമ്മ എനിക്കൊരു പൊതി, ഒരു കവർ തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറേ ഗിഫ്റ്റ് പേപ്പേഴ്സ് ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിങ്ങനെ കുറച്ച് കീറി തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാം കൂടെ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. സോ ഇതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. എന്താ പറയുക, കുറച്ച് മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് തുളസിക്കതിരും ഇതൊക്കെ പൂക്കളും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോയിനും തന്നിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ. അപ്പോൾ അതുപോലെ തന്നെ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കോയിനും പിന്നെ ഇതും കൂടെ. ഇത് അമ്മയുടെ പൊതി, ഇതെൻ്റെ പൊതി. അപ്പോൾ ഇന്ന് മേടിച്ച സാധനങ്ങൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ലുലു മോളിൽ പോയിട്ട് നൈക്കിന്ന് ഹുഡ ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ മേടിച്ചു. പിന്നെ അതിൻ്റെ തന്നെ നൈക്കയുടെ തന്നെ ഒരു ലിപ് ലൈനർ മേടിച്ചു. പിന്നെ ഒരു ഇത് പ്രൈമർ, ഇതിൻ്റെയൊക്കെ പേര് ഓർത്തിരിക്കുന്നത് തന്നെ പ്രൈമർ, നൈക്കയുടെ തന്നെ ഒരു സൂപ്പർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓയിലി സ്കിന്നിന് സ്പെഷ്യലായിട്ട് ഉള്ളതാന്ന് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫസ്റ്റ് ടൈമാണ്. ആക്ച്വലി ഇതിന് മുൻപ് ഞാൻ കളർ സെൻസിൻ്റെയും പിന്നെ വേറെ ഷുഗറിൻ്റെയോ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ പോണേ. യൂസ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് മേടിച്ചിരുന്ന ഹുഡ ബ്യൂട്ടിയുടെ വലിയൊരു ബോട്ടിലാണ്, അതിപ്പോൾ നിർത്തി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ട്യൂബ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഒരു ഗോൾഡൻ സ്ലീവ്ലെസ് ബ്ലൗസ്. അപ്പം ഒന്ന് പിടിച്ചമ്മേ. അപ്പം മറ്റന്നാൾ നമുക്ക് ഫങ്ഷൻ ഉള്ളതല്ലേ, അവാർഡ് നൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൽ നോമിനേഷനിൽ ഞാനുണ്ട്. അപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് നോമിനേഷനിലാണുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഞങ്ങൾ റെഡ് ഡ്രസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും, അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഒരു റെഡ് സാരി ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി ഒരു സ്ലീവ്ലെസ് ഗോൾഡൻ ബ്ലൗസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആല ബുട്ടിക്കിന്ന് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, പക്ഷെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഹാൻഡ് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു നോർമൽ ബ്ലൗസായിരുന്നേ, നോർമൽ കൈയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൈ ഒന്ന് കുറച്ച് നല്ല രീതിയിലൊന്ന് ചെയ്ത് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് പറഞ്ഞേ ഉള്ളൂ, ഭയങ്കര രസത്തിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ അതും ഇപ്പോൾ ഓണം സീസണാണ്. ഇപ്പോൾ ആരുടെ അടുത്ത് ചോദിച്ചാലും ഈ ഓണത്തിരക്കാന്ന് പറയുന്ന ആൾക്കാരെ കൂടുതലുള്ള ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്തായാലും ചെയ്തു തന്നല്ലോ. സുറുമി, താങ്ക് യു സോ മച്ച്. പിന്നെന്താ അമ്മേ, പിന്നെ നമ്മുടെ മുത്തപ്പനെ കണ്ടു. അപ്പം ഇന്ന് എന്തുകൊണ്ടും ഒരു ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു. അതെ, സൂപ്പർ ഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും പോയി തളർന്നു. എന്നിട്ട് നാളെ രാവിലെ അതാണ് അമ്മ ഇങ്ങനെ തൂങ്ങി ഇരിക്കുന്നത്. അതെ, നാളെ രാവിലെ എറണാകുളത്തിന് പോകണം. 3:30 എഴുന്നേക്കേണ്ടി വരും നാളെ. അപ്പൊ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് വേഗം കിടക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ ബൈ. ഓക്കെ, ടാറ്റാ, ബൈ.